പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 16 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ്. ഏതൊരു എക്സാമിനും കറണ്ട് അഫേഴ്സിൻ്റെ വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഓരോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അഫേഴ്സ് കൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ വീഡിയോയും ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ദി RBI's ഫസ്റ്റ് ഓട്ടോമേറ്റഡ് ബാങ്ക് നോട്ട് പ്രോസസ്സിംഗ് സെൻറ്റർ വിൽ ബി സെറ്റപ്പ് ഇൻ വിച്ച് സിറ്റി? റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ബാങ്ക് നോട്ട് പ്രോസസ്സിംഗ് സെൻറ്റർ ഏത് നഗരത്തിലാണ് സ്ഥാപിക്കുക? ജയ്പൂർ. വർദ്ധിച്ചു വരുന്ന നോട്ടുകളുടെ പ്രചരണം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനായി കറൻസി നോട്ടുകളുടെ രസീത് സംഭരണം, അയക്കൽ എന്നിവയ്ക്കായി ജയ്പൂരിൽ ഒരു ഓട്ടോമേറ്റഡ് ബാങ്ക് നോട്ട് പ്രോസസ്സിംഗ് സെൻറ്റർ സ്ഥാപിക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചു. ഹൂ വിൽ ബി ദി ചീഫ് ഗസ്റ്റ് ഓഫ് ഇന്ത്യാസ് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ് 2021? ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ 2021 മുഖ്യാതിഥി ആരായിരിക്കും? ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആയിരിക്കും 2021 ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ദിനത്തിൻ്റെ മുഖ്യാതിഥി. 2020 ബ്രസീലിയൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോ ആയിരുന്നു. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ന്യൂ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്പ് unveiled by the Department of Post (DOP) and India Post Payments Bank (IPPB) on 15 December 2020? 2020 ഡിസംബർ 15 തപാൽ വകുപ്പും ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കും പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ്റെ പേര്? ഡാക് പേ എന്ന പേരിലാണ് പുതിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളിലും ഇതിൻ്റെ സർവീസ് നൽകാൻ സാധിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. ഇൻ വിച്ച് നെയിം ഇന്ത്യ വിൽ ബിഗിൻ ദി 50th ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഓഫ് ദി 1971 ഇൻഡോ പാകിസ്ഥാൻ വാർ ഓൺ 16 December 2020? 2020 ഡിസംബർ 16 1971 ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ 50ാം വാർഷികാഘോഷം ഇന്ത്യ ആരംഭിക്കുന്നത് ഏത് പേരിലാണ്? സ്വർണിം വിജയ് വർഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വർണിം വിജയ് മഷാൽ കത്തിച്ച് ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ 50ാം വാർഷികാഘോഷം ആരംഭിക്കും. ഉദ്ഘാടന പരിപാടി തലസ്ഥാനത്തെ നാഷണൽ വാർ മെമ്മോറിയൽ വെച്ചായിരിക്കും നടക്കുക. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് വിച്ച് വാസ് കമ്മീഷൻഡ് ഇൻ ഗോവ on 15 December 2020? 2020 ഡിസംബർ 15 ഗോവയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പലിൻ്റെ പേരെന്താണ്? സുജിത്. 105 മീറ്റർ ഓഫ് ഷോർ പെട്രോൾ വെസൽ ആയിട്ടുള്ള സുജിത് എന്ന കപ്പലാണ് 2020 ഡിസംബർ 15 പുറത്തിറക്കിയത്. ഇതിൻ്റെ നിർമ്മാണം ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിനായിരുന്നു. ഈ കപ്പലിന് ഒരു ഇരട്ട എഞ്ചിൻ ഹെലികോപ്റ്ററും 4 അതിവേഗ ബോട്ടുകളും വഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ടു വിച്ച് കൺട്രി US ഇമ്പോസസ് കാറ്റ്സ സാങ്ഷൻസ് ഓവർ ദി പർച്ചേസ് ഓഫ് S-400 എയർ ഡിഫൻസ് സിസ്റ്റം ഫ്രം റഷ്യ? റഷ്യയിൽ നിന്ന് S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നതിന് US ഏത് രാജ്യത്തെയാണ് കാറ്റ്സ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ടർക്കി. റഷ്യയിലെ പ്രധാന ആയുധ കയറ്റുമതി സ്ഥാപനമായ റൊസോബൊറോണെക്സ്പോർട്ടുമായി അറിഞ്ഞുകൊണ്ട് ഒരു സുപ്രധാന ഇടപാടിൽ ഏർപ്പെട്ടതിനാണ് തുർക്കിക്ക് അമേരിക്ക ഈ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിച്ച് നേഷൻ വിൽ ബി ഹോസ്റ്റിംഗ് ICC വിമൻസ് വേൾഡ് കപ്പ് 2022? ഏത് രാജ്യമാണ് ICC വനിതാ ലോകകപ്പ് 2022 ഹോസ്റ്റ് ചെയ്യുന്നത്? ന്യൂസിലാൻഡിൽ വെച്ചാണ് 2022 ICC വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്.
ഇത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും. ഇന്ത്യയുടെ ക്യാമ്പയിൻ 2022 മാർച്ച് 6 ന്യൂസിലാൻഡ് വെച്ച് ആരംഭിക്കും. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ എക്സാമിനും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.